ഗായ്സ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിപ്പം ജമ്മുവിലാണുള്ളത്. ഒന്ന് ഫ്രഷ് അപ്പ് ആവാൻ വേണ്ടിയിട്ടൊന്ന് കയറിയതാണ്. ഇന്നലെ ഫുൾ ട്രെയിൻ യാത്രയായിരുന്നു, അപ്പം ഞാൻ അങ്ങനെ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. ഒരു 12 മണിക്കൂർ അല്ല 24 ഹവേഴ്സും ട്രെയിൻ യാത്രയായിരുന്നു. ഇന്നലെ രാവിലെ ഒരു 7 മണിക്ക് കയറി, ഇന്നിതാ 6-6:30 ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ ഞാൻ ചെറിയ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ രാവിലെ ഞാൻ കയറിയിട്ട് എനിക്ക് ബോധം ഉണ്ടായിട്ടില്ല. ഞാനൊരു ഉച്ച വരെ ഉറക്കമായിരുന്നു. 1 മണി ആ സമയമൊക്കെ ആയപ്പോഴാണ് എണീറ്റത്. എനിക്ക് ഫുഡോ കാര്യങ്ങളോ എനിക്കൊന്നും ഒരു ബോധവും ഇല്ലായിരുന്നു. പിന്നെന്താണ്, എണീറ്റ് വിശപ്പും കാര്യങ്ങളും ഇല്ല, ബോധവും ഇല്ല. അങ്ങനെ അന്തം വിട്ട് കുറേ നേരം ഇരുന്ന്. പിന്നെയാണ് ഞാൻ അറിയണത് ഫുഡിന് ഓർഡറൊക്കെ എടുക്കാൻ ചേട്ടന്മാർ വന്നിട്ടുണ്ടായിരുന്നു, ട്രെയിനിലുള്ള ആൾക്കാർ. എന്നിട്ട് അവർ ഓർഡറൊക്കെ കൊടുത്ത് കുറച്ചൊരു ഫുഡ് കഴിച്ചെന്നാ കുറച്ചൊരു ഫുഡ് കഴിച്ച് കുറച്ചവർക്ക് ഫുഡ് കിട്ടിയില്ല എന്നൊക്കെ. എന്നിട്ടും ഞാൻ ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം വിശപ്പൊന്നുമില്ല. പിന്നെ നമുക്ക് തന്നെ തോന്നുമല്ലോ, അയ്യോ ഇന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ്. അങ്ങനെ കുറച്ച് ഉണ്ടായിരുന്ന ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരുന്ന്. പിന്നെ ഇടയ്ക്ക് പോപ്കോൺ കൊണ്ടുവന്ന് വണ്ടിയിൽ. അങ്ങനത്തെ ഫുഡൊക്കെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം. പിന്നെ എന്തായിരുന്നു ഇന്നലെ നടന്നത്? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇന്നലെ പെട്ടെന്ന് 24 മണിക്കൂർ പെട്ടെന്ന് കഴിഞ്ഞ് അങ്ങനെയായിരുന്നു. പിന്നെ ഇന്നത്തെ ഒരു ബെസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞാൽ ചോളാപ്പൂരി. പഞ്ചാബിലെത്തിയപ്പോൾ ചോളാപ്പൂരി കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് അടിപൊളിയായിരുന്നു. ഇവിടെ കുറേ ആൾക്കാർ. അത് അടിപൊളിയായിരുന്നു. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. ഉറക്കം അങ്ങനെ ഭയങ്കര പീസ്ഫുള്ളായിട്ട്. പിന്നെ ഒരു ട്രാൻസ്ജെൻഡർ ഒരു ലേഡി കയറിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കച്ചറ ഉണ്ടാക്കി സീനായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നലെ ട്രെയിനിൽ നടന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊരു കാര്യം ഇല്ലാത്തതുകൊണ്ട് വ്ളോഗൊന്നും എടുത്തില്ല. അപ്പം ഇന്നത്തെ ദിവസം നടക്കാൻ പോണത്, ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഷോപ്പിംഗ് ഉണ്ട് അത്യാവശ്യമായിട്ടുള്ള. നമ്മൾ കൊണ്ടുവന്ന ഗ്ലൗസും തെർമൽസൊന്നും ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുന്നില്ല. കാരണം ഇവിടുത്തെ തണുപ്പ് അത്ര ഇതാണ്. ഞാനിപ്പോൾ തെർമൽസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഇത്രയും എനിക്ക് തണുപ്പ് ഫീൽ ആവണില്ല. രാജസ്ഥാനിൽ വെച്ചിട്ടായിരുന്നു എൻ്റെ പൊന്നെ തണുപ്പ്. എനിക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പായിരുന്നു രാജസ്ഥാനിൽ. പക്ഷെ ഇപ്പം ജമ്മുവിലെത്തിയിട്ട് എനിക്ക് അത്രയും തണുപ്പ് ഫീൽ ചെയ്യണില്ല. അതിന് അഡാപ്റ്റായിട്ടാണോ എന്താന്തോ സ്വെറ്റർ ഇടാതെ നിൽക്കാൻ പറ്റണുണ്ട്. മറ്റടുത്ത് പറ്റണില്ലായിരുന്നു. അപ്പം ഗ്ലൗസും മാസ്കും എൻ്റെ തൊപ്പി കളഞ്ഞു പോയി ഇവിടെ എത്തിയപ്പോഴേക്കും. അപ്പോൾ ഇനി അങ്ങനത്തെ സാധനങ്ങൾ കുറച്ച് മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പർച്ചേസ് ഉണ്ട്. പിന്നെ പർച്ചേസ് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഇറങ്ങും. പിന്നെ യാത്രയാണ്. പോണ വഴിക്ക് കുറച്ച് സ്ഥലങ്ങൾ ജസ്റ്റ് ബസ്സിൻ്റെ ഉള്ളിലിരുന്ന് കാണാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗിൽ കാണിക്കാൻ പോണത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇതിനിടയ്ക്ക് ഞാൻ എന്തെങ്കിലും പോണോ അപ്പം ഞാൻ ഏതെങ്കിലുമൊക്കെ ക്ലിപ്പ് ഇവിടെ ഇട്ടേക്കാം, ഇന്നലത്തെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ. അപ്പം അതൊക്കെ കണ്ടിട്ട് ഒന്നുകൂടെ പറയണം, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് കൂർക്കം വലിച്ച ഉറക്കം. അവിടെ കൂടെ ഇവിടെ കൂടെ കൊണ്ടുപോകണ ചിപ്സും കാര്യങ്ങളൊക്കെ വാങ്ങി. വേറെ ഫുഡൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി കഴിക്കൽ, പിന്നെ ഉറക്കം. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ടൊക്കെ വായിക്കണ ആൾക്കാർ വരും. എന്നിട്ട് അവർ പൈസ ചോദിക്കും. വായിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ കിളി പോയ പോലെ ഇരിക്കും. പിന്നെ കുറേ നേരം വായി നോക്കിയിരിക്കും. കുറേ പാടവും നെല്ലും ഇതൊക്കെ തന്നെ. ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ ദിവസം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മണ്ഡി ദബ്വാൽ, ഹരിയാനയിലുള്ളൊരു സ്ഥലത്താണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനം, സോഫ്റ്റ് ബട്ടൂര. ഇതും കറി എന്ത് കറിയാണെന്ന് അറിഞ്ഞൂടാ. ഉള്ളിയൊക്കെ വെച്ചിട്ടുള്ള അടിപൊളി ടേസ്റ്റാണ് ഗൈസ്. അപ്പം നമ്മൾ വിചാരിച്ച് വേറെ ഫുഡൊന്നും കിട്ടൂലെന്ന്. അങ്ങനെ കിട്ടിയ ഒരു ഇതിൽ നമ്മൾ നൈറ്റത്തെ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും. അതിന് ശേഷമാണ് നമുക്ക് ചോളാപ്പൂരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഇപ്പോൾ വിശപ്പൊന്നുമില്ല. ഞാൻ ഓർഡർ ചെയ്തത് ക്യാൻസലാക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചത് കഴിക്കാമെന്ന്. ഇപ്പോൾ വെജ് താലിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. കുറച്ച് ജീര റൈസ് ഉണ്ട്, പിന്നെ ചപ്പാത്തി, ഡാൽ കറി പറഞ്ഞുണ്ട്. പിന്നെന്താണ്, വേറെ 2 കറിയും കൂടെ ഉണ്ട് കേട്ടോ, പേരറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ കഴിക്കാം.
ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. പൂരിയും കുഴപ്പമില്ല, അടിപൊളിയല്ലേ? അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. നല്ല ഫുഡായിരുന്നു. ചായയും അടിപൊളി. ഞാൻ ഇവിടുത്തെ വ്യൂ കാണിച്ചു തരാം. തണുപ്പുണ്ട് കേട്ടോ, പക്ഷെ രാജസ്ഥാനിൽ അത്ര തണുപ്പില്ല, എന്നാലും കൊള്ളാം. ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ വ്യൂ. ഇത് നമ്മുടെ ഡാനിഷിന്റെ നാടാണ് ജമ്മു. അവൻ വന്നിട്ടില്ല ടൂറിന്. പിന്നെ ഇവിടെ എന്താണ്, പ്രീപെയ്ഡ് സിമ്മൊന്നും വർക്കാവൂല, അപ്പോൾ എല്ലാം കട്ടായിരിക്കുകയാണ്. ഏതെങ്കിലും ഹോട്ടലിൽ സ്റ്റേക്ക് നിൽക്കുമ്പോൾ മാത്രമേ ഇങ്ങനെ വീട്ടിലൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ, വൈഫൈ കിട്ടിയാലേ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് സീനൊക്കെ ഉണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, അടിപൊളി. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി പോവുകയാണ്. ഇതൊന്നും ഇവിടെ നിൽക്കണില്ല, തണുപ്പൊന്നും നിൽക്കണില്ല. അപ്പോൾ ഇവിടെ അടുത്തൊരു മാർക്കറ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് അപ്പം അങ്ങോട്ട് പോവുകയാണ്. തണുപ്പുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പ്. അപ്പം ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടുമെന്നാണ് പറയണത്. നോക്കട്ടെ ഗൈസ്. അപ്പം ഞാനൊരു എന്താണ്, എൻ്റെ പേരെന്താണ്, ഒരു ക്യാപ്പും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചെവിയിൽ വെക്കുന്ന ആ സാധനവും വാങ്ങിയിട്ടുണ്ട്. സോക്സ് വേണമെന്നുണ്ട്, വേറെ കടയിൽ നോക്കാം. ഇവിടെ കുറച്ച് റേറ്റൊന്നും അങ്ങനെ കുറയ്ക്കണില്ല അവർ. രണ്ടെണ്ണം എനിക്ക് ഇഷ്ടപ്പെട്ട്, ഇതും ഇഷ്ടപ്പെട്ട്. ഒരെണ്ണം 300 ആണ് വില പറഞ്ഞത്. ഇല്ല, ഏതെടുക്കണം എന്ന് ഞാൻ കൺഫ്യൂഷനിലാണ്. ഇങ്കി പിങ്കി പോങ്കി പതാരെ ഡോങ്കി ഡോങ്കി ഡൈ പതർക്കളെ ഇങ്കി പിങ്കി പോങ്കി. പക്ഷെ എനിക്ക് ഇതും ഇഷ്ടപ്പെട്ട്. ഏതെടുക്കട്ട്? അവസാനം അത് രണ്ടും അല്ല എടുത്തത്, വേറെ ഒരെണ്ണം എടുത്ത്. എല്ലാം ഇഷ്ടപ്പെട്ട് ഗൈസ്. ഇവിടെ കുറേ കളർ ചേഞ്ച് ഉണ്ട്. അത്യാവശ്യം നല്ല ലാഭമുണ്ട്. അത്യാവശ്യം നല്ല രസമുണ്ട്. അപ്പം ഞാൻ ഇതങ്ങ് എടുത്തു. അപ്പോൾ ഒരു നല്ല പർച്ചേസ് നടത്തി, നല്ല ഇതിൽ സംഭവങ്ങളൊക്കെ കിട്ടി. ഹാപ്പി. ഇനി നമ്മൾ തിരിച്ച് നേരെ ഹോട്ടലിലോട്ട് പോയാണ്. പർച്ചേസ് കഴിഞ്ഞിട്ടില്ല, മീൻസ് ബാക്കിയുള്ളത് ചെയ്യണതേ ഉള്ളൂ. നമ്മൾ നേരത്തെ ഇറങ്ങി നേരത്തെ തിരിച്ച് പോവുകയാണ്. കൊള്ളാം ഗൈസ്. ഇവിടെ എടുത്തു പറയേണ്ടത് നല്ല ആൾക്കാരാണ്, നല്ല സ്നേഹമുള്ള ആൾക്കാർ. നമുക്ക് ഭാഷ ഇങ്ങനെ ലാംഗ്വേജ് ഒന്നും അറിഞ്ഞൂടെങ്കിലും ഭയങ്കര എന്താണ്, ഈ കൊച്ചുങ്ങളെ പോലെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ട് ഭയങ്കര നല്ല ആൾക്കാർ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. മാലി കാലി കുറേ നിക് നെയിംസ് ഒക്കെ ഇട്ട് എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആൾക്കാരെ. എങ്ങനെയുണ്ട് ബാർഗൈനിങ് ഒക്കെ നടന്നാ? തൊണ്ടയിൽ വെള്ളം പറ്റി. അപ്പോ നമ്മൾ റസ് മലായി എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സ്വീറ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഷെഫിൻ സാറാണ് ഗൈഡ്. കാശ്മീരി സ്പെഷ്യൽ ആയിട്ടുള്ള റസ്മലായി. ഇതിന്റെ ചേരുവ എന്ന് പറയുന്നത് പാല്, അതുപോലെ വെണ്ണ, അതുപോലെ തന്നെ സമ്പുഷ്ടമായ പഞ്ചസാര. ഞാൻ കഴിച്ചു, ഞാൻ 2 പീസ് കഴിച്ചു. ഞാൻ റെക്കമെൻഡ് ചെയ്തു. വളരെ മനോഹരമായ, നാവിന് ഇമ്പമേറിയ വളരെ മനോഹരമായ ഒരു സംഭവമാണ്. നമ്മൾ എന്തായാലും കഴിച്ചോ. പിന്നെ നമ്മൾ ട്രൈ ചെയ്ത സാധനമാണിത്. ഇത് 2 പീസ് വാങ്ങാം. ഭയങ്കര മധുരമാണ്. അപ്പൊ നമ്മൾ ഇത്രേ വാങ്ങിയിട്ടുള്ളൂ. ടേസ്റ്റ് ചെയ്യാം ഗൈസ്. ഗൈസ് അടിപൊളി. ഷെഫിൻ സാർ ആക്ച്വലി എനിക്കത് റെക്കമെൻഡ് ചെയ്തത് ഷംന ജാഫറാണ്. ഈ അവസരത്തിൽ ഞാൻ ആ കുട്ടിയെ സ്മരിക്കാതിരിക്കുന്നത് വലിയ തെറ്റാവും. ഓക്കെ, ഇത് റെക്കോർഡിക്കലാണല്ലേ? അടിപൊളി ടേസ്റ്റ് ഗൈസ്. നമുക്ക് വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാം ഗൈസ്. അപ്പൊ നമ്മൾ അടുത്ത് റസ്മരി എന്ന് പറയുന്നൊരു സാധനം, റസ്മലായി എന്ന് പറയുന്നൊരു സാധനം ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അയ്യോ കൈ നോക്കട്ടെ. സോറി.
ആക്രമിച്ചോ പിടിച്ചോണെ നന്നായിട്ട്. ഇവിടെ ഇപ്പൊ നല്ല ചൂട് വന്ന് നമ്മളൊക്കെ നിക്കണ കാര്യം നോക്ക്. തെർമൽസ്, അതിന്റെ പുറത്ത് വേറെ ഉടുപ്പ്, അതിന്റെ പുറത്ത് സ്വെറ്റർ, 2 സോക്സ്, ഷൂസ്, ഇതൊക്കെ ഇട്ടിട്ട് ഈ ചൂടിന്റെ അടുത്ത് നമ്മൾ നിൽക്കുകയാണ്. ശരിക്കും ചൂടെടുക്കണ്. ഇനിയിപ്പോ തണുപ്പ് വരുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സംഭവം ഇതൊക്കെ വാങ്ങിയതാണേ, ഉപകാരപ്പെടണ്ടേ. അപ്പൊ കാശ്മീരിലും ജമ്മുവിലൊന്നും ഉച്ചയ്ക്ക് ഫുഡ് കിട്ടാറില്ല. അപ്പൊ നമ്മുടെ സാറ് ഉച്ചത്തെ ഫുഡ് ഇവിടെ നിന്ന് പാർസലാക്കി വാങ്ങിയാണ്. ഗൈസ്, നമ്മുടെ ബസ് വന്ന്, നമുക്ക് 2 ബസ്സാണുള്ളതെന്ന് തോന്നുന്നു. ഒന്ന് ലഗേജ് വെക്കാനും ഒന്ന് വേറെ നമുക്ക് കയറാനും. ഇതെല്ലാം നടക്കാനുള്ള ബസ്. അശ്വിനി ലുക്കിംഗ് സോ ഗുഡ്. താങ്ക് യു. അത് നമുക്കുണ്ടായിരുന്ന ബസ്സല്ല, ലഗേജ് കയറ്റിവിടാനുള്ള ബസ്സായിരുന്നു. നമുക്ക് 100 മീറ്റർ നടക്കാൻ പറഞ്ഞിട്ടുണ്ട്. നടന്ന് വയ്യ. ഇവിടെ ഇപ്പം വെയിലാണ്, അതുകൊണ്ട് എല്ലാം എടുത്ത് ഊരി ഇറക്കി വെച്ച്. പക്ഷേ ഡ്രൈ ആയിട്ടുള്ള കാറ്റ് വന്ന് മൂക്കിലും തൊണ്ടയൊക്കെ ഒരുമാതിരി ഡ്രൈ ആവണ്. ഓ, ചുണ്ടൊക്കെ പൊട്ടി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. കുറേ നടക്കുന്നു. ഗൈസ്, അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരിടത്ത് ഇറങ്ങി. അപ്പോൾ പാക്കേജിലില്ല. ഇവിടെ കാശ്മീരി ജമ്മു ഇവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറില്ല എന്നാണ് പറയാറ്. അപ്പോൾ ഇത് നമ്മൾ സ്വന്തം ചിലവിൽ കഴിക്കണം, വിശപ്പുള്ളവർ. തണുപ്പായിട്ട് അധികം വിശപ്പൊന്നുമില്ല, പക്ഷേ ഇനി രാത്രിയേ ഫുഡ് കിട്ടുള്ളൂ. പിന്നെ അഥവാ വിശന്നാൽ ഇനി 7 മണിക്കൂർ ട്രാവലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇതെടുത്തിട്ട് കഴിക്കണേണ്. ഇതെല്ലാം ലൈറ്റായിട്ട് കഴിക്കാൻ നോക്കാം. എന്താണാവോ ഇവിടെ ഉള്ളത്? ചില്ലി ഗാർലിക് നൂഡിൽസ്. ഫോട്ടോ എടുക്കട്ടെ. അപ്പോൾ ഇവിടുത്തെ ഫുഡൊന്നും വായിച്ചിട്ടൊന്നും മനസ്സിലാവില്ല. പിന്നെ അധികം ഇവിടെ സ്പൈസി ഫുഡാണ് കിട്ടാറ്. അങ്ങനെ നമ്മൾ നോക്കിയിട്ട് നൂഡിൽസ് ഉണ്ട്, ചില്ലി ഗാർലിക് നൂഡിൽസ്, അതും കുർക്കുറെ മോമോസും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം നമ്മൾ 4 പേരും കൂടെ ഷെയർ ചെയ്തിട്ടാണ് വാങ്ങുന്നത്. ഇവിടുത്തെ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് വേസ്റ്റ് ആവൂലേ. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് വാങ്ങാൻ ഉദ്ദേശിക്കണത്. അപ്പം എന്താ ഓർഡർ കൊടുക്കുകയാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം ലൂഡോ കളിച്ച് ഷാരോണും സനയും ഞാനും ഇത്ര നേരം ഞാൻ ഉറക്കുമായിരുന്നു. വേണ്ടിയിട്ടിപ്പോൾ ഭയങ്കര തണുപ്പ്. ഇത് എത്ര ടെമ്പറേച്ചർ നമ്മുടെ വയ്യ. വായിക്കൂടെ പുകയൊക്കെ വന്നു തുടങ്ങി. ഇപ്പം നമ്മൾ കാശ്മീരി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണ് കഴിക്കണം ഡിന്നറായിട്ട്. വേറൊന്നും പറയാൻ വയ്യ ഗൈസ്. ഓക്കെ, നമുക്ക് വേണ്ടേ? ഈ ടൈമിൽ എനിക്ക്
ഗൈസ് ഫുഡൊക്കെ അടിപൊളിയായിരുന്നു, പറയുള്ള ഗ്യാപ്പ് കിട്ടിയില്ല. സീന് ഇതിപ്പോൾ മൈനസ് ആയിട്ടുണ്ട് ടെമ്പറേച്ചർ, എത്രയാണെന്ന് കറക്റ്റ് അറിഞ്ഞൂടെ. ഞാൻ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല, കാണാൻ പറ്റുന്നില്ലേ എൻ്റെ പൊന്നെ. ഇനിയിപ്പം നാളത്തെ വ്ളോഗിൽ കാണാം. ബൈ ഗൈസ്. അപ്പം നമ്മളെ റൂം നൈസാണ്. ഇതുവരെ നിന്നതിൽ കുറച്ച് നല്ല റൂം ഇതാണ് കാണാനായിട്ട്, നല്ല എസ്തറ്റിക്. ബാൽക്കണി ഒക്കെ ഉണ്ട്, പക്ഷെ എന്ത് പർപ്പസിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങോട്ട് ആരിറങ്ങണം. സീന് റിനു എങ്ങനെയുണ്ട്? ഇത്രയും കാശ് മുടക്കി ഇവിടെ എത്തിയിട്ട് നാളെ സൈറ്റ് സീയിങ് പറഞ്ഞില്ല. ചൈത്ര എങ്ങനെയുണ്ട്? നമ്മുടെ കുഞ്ഞ് ഹീറ്ററാണ് ഇതായിരിക്കണം. എനിക്ക് എണീറ്റ് നിന്ന് കാണിക്കും. പകരം തടൊരു ഫാൻ വെച്ചിട്ടുണ്ട്. എന്തിനാണാവോ? വേറെ പോതല്ലേ. ഇപ്പോൾ ഇവിടെ കറന്റ് -3 ഡിഗ്രി സെൽഷ്യസ്. പറഞ്ഞ് അങ്ങനെ 3 ഡിഗ്രി ആയി. ബാൽക്കണി പ്രശാന്ത് സാറ് പറഞ്ഞിട്ട് സാറിന് ചൂടുകാലത്ത് വന്നോളാന്ന്. കാശ്മീരാണ് സത്യം. ഇങ്ങോട്ടാരും പറഞ്ഞെങ്കിൽ ചൂടുകാലത്ത് വന്നാ മതി. ആരും ഇങ്ങോട്ട് വരില്ല ഡിസംബർ ജനുവരി ഒന്നും. എന്റെ പൊന്നോ, തണുത്ത് കൈയാണെങ്കിൽ വേദന തുടങ്ങി. വേദന അമാതിരി വേദന. സീനെന്ന് പറഞ്ഞാ മൊട്ട സീന്. ഒരു കുഞ്ഞു ഹീറ്റർ വന്നേക്കണം. എന്തിനാണാവോ? മൂക്കൊക്കെ പോയി.